നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2011 വിടവാങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. മേഖലയിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് തുടക്കമായി. കലാകാരന്മാരുടെ കൂട്ടായ്മ നന്മ ഇത്തവണ ന്യൂ ഇയർ ആഘോഷിച്ചത് ആലംബഹീനരായ ശാന്തി സദൻ നിവാസികൾക്കൊപ്പം. വെള്ളിയാഴ്ച വീശിയ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. അമരമ്പലത്തും മൂത്തേടത്തും 1000-ഓളം വാഴകൾ ഒടിഞ്ഞു വീണു. നിലമ്പൂരിൽ തെങ്ങുവീണ് 2 വീട് തകർന്നു. ഗ്രാമങ്ങളിൽ ഹരിത വിപ്ലവം തീർത്ത് വിദ്യാർത്ഥികൾ രംഗത്ത്. പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമീപത്തെ വീടുകളിൽ അടുക്കളത്തോട്ടം നിർമ്മിച്ചാണ് വിദ്യാർത്ഥികൾ വിപ്ലവം സൃഷ്ടിച്ചത്. മലയോര മേഖലയിൽ പുലികൾ വീണ്ടും വിലസുന്നു. ജനവാസ മേഖലയായ TK കോളനിയിലെത്തിയ പുലി ആടിനെ കടിച്ചുകൊന്നു. TK കോളനിയിൽ മാത്രം പുലിയെത്തിയത് 4ാം തവണ. വാർത്തകൾ വിശദമായി. 2012 മണിക്കൂറുകൾ അവശേഷിക്കെ മേഖലയിൽ പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കമായി. വർണ്ണവിസ്മയങ്ങൾ തീർത്തും കലാപരിപാടികൾ നടത്തിയുമാണ് പുതുവത്സരാഘോഷങ്ങൾ ആരംഭിച്ചത്. സംഭവബഹുലമായ ഒരു വർഷം കൂടി കടന്നുപോവുകയാണ്. നല്ലതും തീയതുമായ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച 2011 വിട നൽകി 2012 സ്വീകരിക്കുവാൻ നഗരങ്ങളിലും പ്രധാന ടൗണുകളിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വാണിജ്യവൽക്കരിക്കപ്പെട്ട പുതുവത്സര ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സന്നദ്ധ പ്രവർത്തനത്തിന്റെയും സേവനത്തിന്റെയും പുതുവത്സര ആഘോഷങ്ങളും വിരളമല്ല. ആരാധനാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും പുതുവത്സരത്തിന്റെ ഭാഗമായി നടക്കും. ആഘോഷങ്ങൾ അതിരുകടക്കാതിരിക്കുന്നതിന് പോലീസും പ്രത്യേക നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ നേതൃത്വത്തിൽ പുതുവത്സര പരിപാടികൾ സംഘടിപ്പിച്ചു. ചോക്കാട് SD കോൺവെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ശാന്തി സദനിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു കലാകാരന്മാർ പുതുവത്സരം ആഘോഷിച്ചത്. നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ പ്രവർത്തകർ ചോക്കാട് SD കോൺവെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ശാന്തി സദൻ ആശ്രമത്തിലെത്തിയാണ് ഇത്തവണ പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. 70ഓളം അന്തേവാസികൾക്ക് മധുരം വിതരണം ചെയ്തും കലാകാരന്മാർ അന്തേവാസികളുടെ ഇഷ്ടാനുസരണം പാട്ടുപാടിയും നൃത്തം വെച്ചുമാണ് ഇത്തവണ പുതുവത്സരത്തെ വരവേറ്റത്. പ്രശസ്ത മജീഷ്യൻ നിലമ്പൂർ പ്രദീപ് മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ വിവിധ മാജിക്കുകൾ കാട്ടി അന്തേവാസികളെ അദ്ദേഹം അത്ഭുതപ്പെടുത്തി. തുടർന്ന് നന്മയുടെ പ്രസിഡന്റും മിമിക്രി കലാകാരനുമായ നിലമ്പൂർ ഉമേഷ് അന്തേവാസികളുടെ ഇഷ്ടപ്രകാരം തീവണ്ടിയുടെയും തവളകളുടെയും ശബ്ദാനുകരണവും നടത്തി. പ്രശസ്ത പിന്നണി ഗായകൻ നിലമ്പൂർ സുരേഷ് ഗാനാലാപനത്തിലൂടെ അന്തേവാസികളെ സംഗീത ലോകത്തേക്കും കൂട്ടിക്കൊണ്ടുപോയി. നന്മ വൈസ് പ്രസിഡന്റും ചലച്ചിത്ര നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ നിലമ്പൂർ അഫ്സത്തും നാടക നടനും അനൗൺസറുമായ മുഹമ്മദ് മംഗലശേഷിയും അന്തേവാസികളോട് സംസാരിച്ചു. തുടർന്ന് അന്തേവാസികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലോകം മുഴുവൻ മദ്യത്തിനും ഭക്ഷണം കഴിച്ചും വിനോദയാത്രകൾ നടത്തിയും പുതുവത്സരത്തെ വരവേൽക്കുമ്പോൾ കലാകാരന്മാർക്ക് ഇത്തരം പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും ഇനി നന്മയുടെ പ്രവർത്തനം ഇത്തരം മേഖലകളിൽ മാത്രമായിരിക്കുമെന്നും നന്മ പ്രസിഡന്റ് നിലമ്പൂർ ഉമേഷ് പറഞ്ഞു. കരുളായി പൂക്കോട്ടുംപാടം റോഡിൽ കരുളായി ടൗണിന് സമീപം അഴുക്കുചാൽ നിർമ്മാണത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് നാട്ടുകാർ രംഗത്ത്. പഴയ ഓവുപാലം പൊളിച്ച ശേഷം മാലിന്യങ്ങൾ റോഡിൽ തള്ളുന്നതും നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്.
പുതിയ ഓവുപാലം പ്രവൃത്തി നടക്കുമ്പോൾ പഴയ ഓവുപാലത്തിനായി ഉപയോഗിച്ച കരിങ്കൽ ലേലത്തിന് വെക്കാതെ സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ചു നൽകിയെന്നാണ് പ്രധാന ആരോപണം. തുടർന്ന് പഴയ ഓവുപാലത്ത് നിന്നും നീക്കിയ മാലിന്യങ്ങളും മറ്റു വസ്തുക്കളും റോഡരികിൽ തന്നെ നിക്ഷേപിച്ചത് കരുളായി ടൗണിൽ ഗതാഗത തടസ്സത്തിന് കാരണമാവുന്നുണ്ട്. മാലിന്യം കാരണം കാൽനടയാത്ര പോലും ഏറെ ദുസ്സഹമാണ്. മാലിന്യത്തിന്റെ അസഹനീയമായ ദുർഗന്ധം കാരണം 3 ദിവസമായി ഈ മേഖലകളിലെ കച്ചവട സ്ഥാപനങ്ങളൊന്നും തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് കോൺട്രാക്ടറോട് പറഞ്ഞപ്പോൾ PWD അധികൃതരോട് പരാതി പറയാനാണ് അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള സംഘം റോഡരികിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. നാട്ടുകാരുടെയും കാൽനടയാത്രക്കാരുടെയും യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലും നിർമ്മാണ പ്രവൃത്തിയിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ചും അധികൃതർ അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സമയത്ത് ഇവിടെ ഈ റോഡ് സൈഡിൽ കൂട്ടിയിട്ടുള്ള കല്ലുകൾ സ്വകാര്യ വ്യക്തികൾക്ക് അനധികൃതമായിട്ട് മറിച്ചു വിറ്റു എന്നാണ് നമുക്ക് തന്നെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മളെ ഈ മെയിൻ റോഡ് കിടക്കുന്ന ഈ സ്ലാബ് പൊന്തിച്ച് ഈ വേസ്റ്റും കാര്യങ്ങളും പുറത്തേക്ക് വലിച്ചിട്ട് 3-4 ദിവസമായി. ആ ചുറ്റുവട്ടത്തിലുള്ള കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ഈ ഒരുപാട് സ്കൂൾ കുട്ടികളും ഈ കേരള ഹൈസ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളും പോകുന്ന റോഡാണ്. ഇവിടെ ബ്ലോക്കും കാര്യങ്ങളുമായിട്ട് ഇതിനൊന്ന് ഇടപെടാനോ സംസാരിക്കാനോ ഇതിൻ്റെ വർക്ക് എടുക്കണ മേസിനെ കണ്ട് സംസാരിച്ചപ്പോൾ അയാൾ വളരെ റഷായിട്ടാണ് നമ്മളോട് ഇടപെട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചാനൽ വിളിച്ചുകൊണ്ട് ഇതിൻ്റെ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ PWD കല്ല് ഇവിടെ കൂട്ടിയിട്ടുള്ളത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഈ സാധനം ലേലം ചെയ്ത് ലേലത്തിൽ വെച്ചുകൊണ്ട് വിളിച്ചു കൊണ്ടുപോകേണ്ട സാധനമാണ്. ഇതിപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് ലോഡിന് 2000 രൂപ ലെവലിൽ മറിച്ചു വിറ്റു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കരുവാരക്കുണ്ട് പുന്നക്കാട് ശ്രുതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ രക്തദാന സേന രൂപീകരിച്ചു. പുന്നക്കാട് ചുങ്കത്ത് നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിൽ ആയിഷ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ മേഖലയിലേക്ക് ക്ലബിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനു വേണ്ടിയാണ് രക്തദാന സേന രൂപീകരിച്ചത്. 80-ൽ പരം യുവാക്കളാണ് രക്തദാനത്തിൽ പങ്കാളികളായത്. രാവിലെ 9:30 തുടങ്ങിയ രക്തദാന ക്യാമ്പ് ഉച്ചയോടെയാണ് സമാപിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ M. അലവി, P. ഷൌക്കത്ത്, KK ജെയിംസ് മാസ്റ്റർ, അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ക്ലബ്ബ് ഭാരവാഹികളായ ഷാജഹാൻ മാസ്റ്റർ, TC ജദീർ, ബഷീർ, PK അഫീഫ്, അബ്ദുസലാം, OM അഷ്റഫ് അലി, C. അബ്ദുസലാം, KK അബ്ദുസലാം, AK അബ്ബാസ് എന്നിവർ നേതൃത്വം നൽകി. കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങൾ ഈ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തു. ശ്രുതി ക്ലബിന്റെ പ്രവർത്തനം ഇതുവരെ വെറും ഫുട്ബോളായിരുന്നു എന്നുള്ളൊരു പരാതി നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പരാതിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നീക്കിവെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ ആഴ്ച ഒരു മീറ്റിംഗ് കൂടുകയും അതിൽ ക്ലബ് ഭാരവാഹികളെല്ലാം കൂടി തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ 1ാം ഘട്ടം എന്ന നിലക്കാണ് ഇന്ന് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് രക്തദാന സേന രൂപീകരിക്കുകയാണ്. ഏകദേശം 80ഓളം പേര് ഈ രക്തദാന സേനയിൽ രക്തം നൽകുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി ഏകദേശം ജനുവരി പകുതിയോടുകൂടി ഇവിടെ ഒരു മിനി അഖിലേന്ത്യാ ഫുട്ബോൾ നടത്തുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവങ്ങളായ കുറച്ച് കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ചികിത്സയാണെങ്കിൽ ചികിത്സ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമാണെങ്കിൽ അത് ഏതാണോ അവരുടെ ആവശ്യമനുസരിച്ച് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള മിക്ക പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യത്തിൻ്റെ ഒരു ഭാഗം നിലനിൽക്കും. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ക്ലബ്ബ് ഇനി നല്ല രീതിയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. വ്യാജമദ്യം തടയുന്നതിന് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സംഘം രൂപവൽക്കരിച്ച് സേവനം ലഭ്യമാക്കുന്നതിന് നടപടികൾ ആരംഭിക്കുന്നു. പുതുവത്സരവേളയിൽ വ്യാജമദ്യം വിൽപ്പന നടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വ്യാജമദ്യ നിർമ്മാർജ്ജന ജനകീയ സമിതി കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.